ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലാട്ടോ, ചക്കപ്പുഴുക്കും ഫിഷ് കറിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ സ്ലൈസ്ഡ് ആയിട്ടുള്ളത് മേടിച്ചതായിരുന്നു കേട്ടോ ഓൺലൈനിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 പാക്കറ്റ് ഇങ്ങനെ അരിഞ്ഞ് ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തു. ആവശ്യത്തിന് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ, വെള്ളം അധികമായി പോകരുത്. ജസ്റ്റ് കുക്കായാൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം 1-2 ഒരല്പം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് മധുരം വരുമെന്ന് കുഴപ്പമില്ലായിരുന്നു. ജീരകം 1 ടീസ്പൂൺ, 3-4 പച്ചമുളക്, അരമുറി തേങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചതച്ച പോലെ എടുത്താലും മതി. കുക്കായിരിക്കുന്ന ചക്കയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും കൊതി വരുന്നുണ്ടെന്ന് അറിയാം. പെട്ടെന്ന് തന്നെ പോയി മേടിച്ച് റെഡിയാക്കിക്കോളൂ കേട്ടോ. ഇനി തേങ്ങ ഒന്ന് ആവി വന്നാൽ മതി. അപ്പോൾ ഓൺലൈനിൽ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരും കേട്ടോ അവർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഒന്ന് ആവി വന്നപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങയും ചക്കയായിട്ടൊന്ന് കൂടി യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കണം. കുറേ നാളായിരുന്നു ചക്ക കഴിച്ചിട്ട്, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അപ്പോൾ ചക്ക കഴിക്കാൻ കൊതിയുള്ളവരൊക്കെ പെട്ടെന്ന് പോയി മേടിച്ച് തയ്യാറാക്കി നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഒരു ഒനിയൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുക. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. വലിയൊരു സവാളയായിരുന്നു ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്ത് കറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് അനുസരിച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാം. നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തുള്ളൂ. ഇതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് മൂടി വയ്ക്കുക 5 മിനിറ്റ്. എന്നിട്ടങ്ങ് കഴിക്കുക. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആദ്യം എനിക്കൊരു മധുരം ടേസ്റ്റ് പോലെ വന്നു. പിന്നെ കറി ലീവ്സ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് ആ കടുക് താളിച്ചിട്ട് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് എടുക്കാൻ. അപ്പോൾ അതെല്ലാം ഒന്ന് കൂടി ഒഴിച്ച് വരും. അപ്പോൾ കടുക് താളിച്ച് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിച്ച് മൂടി വെക്കുക. അപ്പോൾ ഞാൻ ചക്കയും ഫിഷ് കറിയും ചിക്കൻ ഫ്രൈയും കൂടെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളും പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് GNB ബ്ലോഗ്സ്. പുതിയ ഡിഷായിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ. മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. താങ്ക് യു. ബൈ.